രാഷ്ട്രത്തിന്റെ സമുദ്രാതിർത്തി കടന്നാൽ ഏത് കൊമ്പത്തെ കൊടികെട്ടിയ കപ്പൽപ്പടയാണെങ്കിലും ആ പടയും അതിലെ പട്ടാളവും ജീവനോടെ തിരിച്ചു പോകണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ലോക പോലീസെ പേടിപ്പിക്കല്ലേ. 48 മണിക്കൂർ ഇരുന്ന് ഇവിടെ ഫ്ലൈറ്റില് അതിലെന്താ ഞങ്ങളെ 80 ആൾക്കാരെ ബാത്റൂമിൽ പോയിട്ടുള്ളൂ. 80 80 ഹൈദരാബാദ് ഇറങ്ങിപ്പോയി. എനിക്ക് ഒരേ ഒരു സങ്കടമുള്ളൂ, തിരിച്ചു പോകുമ്പോഴേ എന്റെ കൂടെ ഫ്ലൈറ്റിൽ കയറ്റി വിടണമെന്നുണ്ട്. പക്ഷെ അത് നടന്നില്ല. ആ വലത് ഭാഗത്തുള്ള അന്തപ്പിടി അതിന്റെ അപ്പുറത്തിരിക്കണ്ടല്ലോ, അതാണ് എന്റെ അളിയ കുറിയൊട്ട ചങ്ങയില്ലേ, അതെന്റെ അളിയ. എങ്ങനെ ശരിയാവും? അത് ട്രംപിന്റെ നാട്ടിലത് കേരളല്ലേ, ഇവിടെ വെക്കാണ്. അല്ല അത്രപ്പോ എന്താ എന്റെ ഊരക്ക് ഓരൊക്കെ ഒരു 10-40 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്നല്ലേ. ആ ഇരുന്ന പ്രശ്നം അതും പിന്നെ കാൽമലും കൈമലൊക്കെ ചങ്ങലല്ലേനോ, അതൊക്കെ കൂടി സംഗതി എയർപോർട്ടിൽ നിന്ന് കട്ട് ചെയ്തെങ്കിലും ആ ഒരു ഫീൽ കണ്ടു വിട്ടിട്ടില്ല. ബാത്റൂം പോയപ്പോ റെഡി ആവും. പോയൊക്കെ നമുക്ക് ബാത്റൂം പോയതല്ല, അതൊന്ന് ബെൻഡടിക്കേണ്ടി വരും. അളിയന്റെ ഫോട്ടോസിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സർപ്പേ നല്ല കൗത്തർച്ചി വാ. അളിയനെ ഞാൻ എന്റെ പ്രസ്ഥാനത്തിന് ഉയരങ്ങൾ എത്തിക്കും. എന്റെ പൊന്നളിയനാണ്, എന്റെ പൊന്നളിയൻ. പോർക്ക് അളിയനാണ്. ഓ മൈ ഗോഡ്, എന്നെ ഈ നാട്ടിക്ക് വിട്ടതിന് പകരം വല്ല ആഫ്രിക്കൻ കൺട്രിക്ക് വിട്ടാ മതി. അല്ല പോത്തർച്ചി